ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ലോകം മുഴുവനും കൊറോണ വൈറസിൻ്റെ ഭീതിയിലാണ്. അമേരിക്കയെയും കൊറോണ വൈറസ് ശരിക്കും ബാധിച്ചു. ശരിയാണ്, അമേരിക്കൻ ഗവൺമെൻറ്റിന് തുടക്കത്തിൽ ചെറിയ പാളിച്ചകൾ പറ്റി അത് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ. ഒത്തിരി വൈഡായിട്ട് വൈറസ് സ്പ്രെഡായി. പ്രത്യേകിച്ച് ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്ന സ്റ്റേറ്റുകളിലാണ് അത് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ടായത്. അവിടെ ഏപ്രിൽ മാസത്തിലൊക്കെ അവിടെ ഹോസ്പിറ്റൽസിൽ ഒന്നും ബെഡ് ഉണ്ടായിരുന്നില്ല. കോവിഡ് പേഷ്യൻസിനെ കൊണ്ട് ഫുള്ളായിരുന്നു എല്ലാ ഹോസ്പിറ്റൽസും. കുറേ ഡെത്ത് ഉണ്ടായി. ഇപ്പോഴും ഡെത്തൊക്കെ നടക്കുന്നുണ്ട്. ഡെത്തൊക്കെ ഒത്തിരി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിഷൻ കുറഞ്ഞു വരുന്ന ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ സിവിയറിറ്റി കുറഞ്ഞു. ആളുകൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിക്കുന്നുണ്ട്. നാട്ടിലത്തെ പോലെ ലോക്ക്ഡൗൺ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. സ്റ്റേ അറ്റ് ഹോം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കാം എന്ന്. പക്ഷേ പുറത്തിറങ്ങിയാൽ പോലീസ് ചെക്കിങ്, പോലീസ് അടിച്ചോടിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് കൂടിയായിരിക്കാം കുറച്ചുകൂടി സ്പ്രെഡ് ആവാനായിട്ട് കാരണം. ഞാനീ വീഡിയോ എടുക്കുന്നത് മെയ് ആദ്യ ആഴ്ചയിലാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ അമേരിക്കയിലെ ഏകദേശം 10 വർഷത്തോളമായിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷോർട്ട് ഫോമായിട്ട് RN എന്ന് പറയും. നമ്മുടെ നാട്ടിലെ സ്റ്റാഫ് നേഴ്സിനാണ് ഇവിടെ RN എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പല ക്ലാസ്മേറ്റ്സും നാട്ടിൽ നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പല ക്ലാസ്മേറ്റ്സും ഈ കൊറോണ ഭീതി തുടങ്ങിയതിന് ശേഷം അവർ മീഡിയയിലൊക്കെ അമേരിക്കനെ കുറിച്ച് വളരെ ഭീതിജനകമായ ന്യൂസ് കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, ഇപ്പോൾ അവിടെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ കൊടുക്കുന്നത്, നേഴ്സുമാരൊക്കെ സേഫാണോ, കുറേ കാര്യങ്ങൾ എപ്പോഴും ആളുകൾ എന്നെ മെസ്സേജ് ചോദിക്കും, വാട്സാപ്പിലും ഫോണിലൊക്കെ ആയിട്ട്. അതുപോലെ റിലേറ്റീവ്സ് വിളിക്കുമ്പോൾ അവർക്ക് അറിയേണ്ട കാര്യം, അവിടെ ന്യൂസ് ഭയങ്കരമായിട്ട് മീഡിയയിൽ പറയുന്നുണ്ട് അമേരിക്കയിൽ വളരെ ബാഡ് കണ്ടീഷനാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല സമയമാണ് എൻ്റെ വീഡിയോയിലൂടെ അവർക്ക് അതിനുള്ളൊരു മറുപടി കൊടുക്കാം. എന്താണ് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ അമേരിക്കയിൽ. അപ്പോൾ എൻ്റെ 10ഓളം നേഴ്സുമാരായ സുഹൃത്തുക്കൾ, അമേരിക്കയുടെ പല സ്റ്റേറ്റിലും പല സിറ്റികളുമുള്ള സുഹൃത്തുക്കളെ ഒരു 10ഓളം നേഴ്സുമാർ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ വരുന്ന എല്ലാ നേഴ്സുമാരും തന്നെ കോവിഡ് പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോഴത്തെ അവരുടെ സിറ്റികളിലെ കറൻറ്റ് സിറ്റുവേഷൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്റ്റേറ്റുകളിലാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ടെക്സാസിലാണ്. ടെക്സാസിന് ഏകദേശം 4 മണിക്കൂർ ഫ്ലൈ ചെയ്യണം ന്യൂയോർക്കിലേക്ക്. അത്രയും അകലത്തിലാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ന്യൂയോർക്കിൽ എൻ്റെ സുഹൃത്ത് LC രാജേഷാണ് ആദ്യം നിങ്ങളോട് സംസാരിക്കുന്നത്. LC ന്യൂയോർക്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. നേഴ്സ് പ്രാക്ടീഷണർ എന്ന് വെച്ചാൽ ഹയർ ലെവൽ ഓഫ് നേഴ്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആയതിനു ശേഷം നമ്മൾ പഠിക്കുന്നൊരു കോഴ്സാണ് നേഴ്സ് പ്രാക്ടീഷണർ കോഴ്സ്. അപ്പം NP എന്ന് പറയും. അപ്പോൾ നേഴ്സ് പ്രാക്ടീഷണർ ആയി കഴിഞ്ഞാൽ അവർക്ക് രോഗികളെ അസസ് ചെയ്യാനും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനൊക്കെയുള്ള അധികാരമുണ്ട്. ഒരു ചെറിയ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടുത്തെ അമേരിക്കയിലെ ക്ലിനിക്കുകളിലൊക്കെ ഇപ്പോൾ നേഴ്സ് പ്രാക്ടീഷണർമാരാണ് ഡോക്ടർമാരല്ല, നേഴ്സ് പ്രാക്ടീഷണർമാരാണ് ഇരിക്കുന്നത് കൂടുതലും. ഇപ്പോഴാണ് നേഴ്സായതിലൊക്കെ വളരെ അഭിമാനം കൊള്ളുന്നത്. നമ്മുടെ മലയാളികളായ നേഴ്സുമാർ ലോകമെമ്പാടും ഈ കൊറോണ വൈറസിനെതിരെയുള്ള യുദ്ധമുഖത്തുണ്ട്. അപ്പോൾ ഇവരാണ് അമേരിക്കയുടെ യഥാർത്ഥ ഹീറോസ്. ഇവരാണ്, ഈ നേഴ്സുമാരൊക്കെ തന്നെയാണ് ലോകത്തിൻ്റെ റിയൽ ഹീറോസ്. വെൽക്കം ടു മൈ ചാനൽ അമേരിക്കൻ അച്ചായൻ. ഹലോ എവ്രി വൺ, എൻ്റെ പേര് LC രാജേഷ്. ഞാൻ ന്യൂയോർക്കിൽ നഴ്സ് പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുന്നു. ICUലാണ് മെയിൻലി ജോലി ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊറോണ വൈറസ് കൊണ്ട്, അല്ലെങ്കിൽ COVID-19 എന്ന വൈറൽ ഡിസീസ് കൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തൊരു സ്ഥലമാണ് ന്യൂയോർക്ക്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊരു സ്ഥലമാണ് ന്യൂയോർക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസം അതിഭീകരമായ ഒരു അവസ്ഥയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളിവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് കടന്നുപോയത്. മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ മാർച്ച് ആദ്യമൊക്കെ അധികം പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ മിഡ് മാർച്ച് ഒക്കെ ആയപ്പോഴത്തേക്കും ഒത്തിരി പേഷ്യൻസ് വരാൻ തുടങ്ങി. സ്പെഷ്യലി ICU ഒക്കെ പെട്ടെന്ന് ഫുള്ളായി. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ 10 ബെഡഡ് ICU ഹോസ്പിറ്റലാണ്. അതിൽ ഒരു സമയത്ത് പീക്ക് ടൈം, അതായത് ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 40 പേഷ്യൻസ് വെന്റിലേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, വോളിയം ഒത്തിരി ഹൈ ആയിരുന്നു, വർക്ക് ലോഡ് ഒത്തിരി ഹൈ ആയിരുന്നു ആ ടൈമിൽ.
ആ സമയത്ത് ഹോസ്പിറ്റൽസൊക്കെ ബിയോണ്ട് കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ 150% ബെഡ് കപ്പാസിറ്റിയിലായിരുന്നു ആ സമയത്തൊക്കെ പേഷ്യൻ്റ് വോളിയം ഉണ്ടായിരുന്നത്. അതും ക്രിട്ടിക്കലി ഇൽ പേഷ്യൻ്റ്, ICU ലെവൽ കെയർ വേണ്ടുന്ന പേഷ്യൻസ് ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ അത് തിരിച്ച് വീട്ടിൽ വിടണോ എന്നൊരു ഡിസിഷൻ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ഇപ്പം സിംറ്റംസുമായിട്ട് വരിക, റെസ്പിറ്റോറി സിംറ്റംസ് ആയിട്ട് വരുവാണെങ്കിൽ, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവരെ നമ്മൾ ER അവരുടെ ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്യും. ഇപ്പം ഓക്സിജൻ ലെവൽ ബിറ്റ്വീൻ 90 to 93% ആണെങ്കിൽ നമ്മൾ അവരെ തിരിച്ച് വീട്ടിൽ വിടുമായിരുന്നു. വീട്ടിൽ ചുമ്മാ വിടുവല്ല, ക്ലോസ് മോണിറ്ററിംഗിലാണ് വിടുന്നത്. അതായത് അവർക്ക് ഹോം ഓക്സിജൻ അറേഞ്ച് ചെയ്യും. അതുപോലെ പൾസ് ഓക്സിമീറ്റർ, അതായത് അവർക്ക് വീട്ടിലിരുന്ന് അവരുടെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് പൾസ് ഓക്സിമീറ്റർ, അതും കൊടുത്തു വിടും. അതിനോടൊപ്പം തന്നെ ടെലി ഹെൽത്ത്, അതായത് ഒരു ഡോക്ടർ, ഒരു ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ അവർ ക്ലോസ്ലി ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. അതായത് വിത്തിൻ 12 hours അവർക്ക് ഫേസ് ടൈം ചെയ്യാം ഡോക്ടറുമായിട്ട്. ഡോക്ടറിന് അവരെ അസസ് ചെയ്യാം. ഇപ്പം ഡോക്ടർക്ക് അസസ് ചെയ്യുമ്പോൾ തോന്നുവാണ് അവരുടെ സിംറ്റംസ് വേഴ്സൺ ചെയ്യുവാണ്, അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. അല്ലാതെ അവർ കുഴപ്പമില്ല, സിംറ്റംസ് ഒക്കെ വെൽ മാനേജ്ഡ് ആണ് ഹോമിൽ തന്നെയെങ്കിൽ അവരെ വീട്ടിൽ വെച്ച് തന്നെ ക്ലോസ്ലി ഡോക്ടേഴ്സ് മോണിറ്റർ ചെയ്യും. അങ്ങനെയായിരുന്നു ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പേഷ്യൻസിന് ഓക്സിജൻ 2 ലിറ്ററിൽ കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ള പേഷ്യൻസിനെയാണ് മോസ്റ്റ്ലി അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം അവർ സേഫായിട്ട് വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വിടാൻ ഒക്കത്തില്ല. അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അസുഖത്തിന് മെയിൻലി 2 ഫേസസ് ആണുള്ളത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് വൈറൽ ഫേസ്, അതായത് വൈറസ് ഉള്ളിൽ കിടക്കുന്ന അവസ്ഥ. വൈറസ് ഉള്ളിൽ കിടന്നു കഴിയുമ്പോഴത്തേക്കും ഈ കൊറോണ വൈറസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി പെട്ടെന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്യും ബോഡിയിൽ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ നോർമൽ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ട്. അത് ഈ വൈറസിന് എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു റെസ്പോൺസ് ആണ്. അപ്പം ഈ വൈറൽ ലോഡ്, അതായത് ഈ വൈറസിന്റെ നമ്പർ ഒത്തിരി മൾട്ടിപ്ലൈ ആയി കഴിയുമ്പം ഈ ബോഡി ഫൈറ്റ് ചെയ്യും, ഒത്തിരി റാപ്പിഡായിട്ട് ഫൈറ്റ് ചെയ്യും. അന്നേരം നമ്മുടെ ബോഡി സെക്കൻഡ് ഫേസിലോട്ട് പോകും. ആ ഫേസിനെയാണ് ഇൻഫ്ലമേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ബോഡി സൈറ്റോകിൻസ് എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് റിലീസ് ചെയ്യും. ഇങ്ങനെ ഒത്തിരി ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോഴാണ് ഈ പേഷ്യൻസ് മോസ്റ്റ്ലി ARDS, അതായത് അക്യൂട്ട് റെസ്പിറ്റോറി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന ഫേസിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഇവർ ഒത്തിരി ക്രിറ്റിക്കലി ഇല്ലാവുന്നത് സ്റ്റേജിൽ. ഈ സമയത്ത് ഇവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ടും ഇൻറ്റുബേഷനും ഒക്കെ ആവശ്യമുണ്ട്. ഇൻഫ്ലമേറ്ററി ഫേസിൽ വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റീറോയിഡ്സ് കൊടുക്കും, IV സ്റ്റീറോയിഡ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു മരുന്ന് കൊടുക്കുമായിരുന്നു, അതൊരു ട്രയൽ ഡ്രഗാണ്. അതിൻ്റെ പേര് IL-6 ഇൻഹിബിറ്റർ, ടോസിലിസുമാബ് എന്നാണ് ആ മരുന്നിൻ്റെ പേര്. IL-6 എന്ന് പറഞ്ഞാൽ ഇന്റർലൂക്കൻ 6 ഇൻഹിബിറ്റർ. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ പറയുവാണെങ്കിൽ നമ്പർ ഓഫ് കേസസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഓവർഫ്ലോ അങ്ങനെയില്ല, ബെഡൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോഴത്തേന്നെ ഒത്തിരി ഒത്തിരി ബോദർ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഷ്യൻസൊക്കെ ഒത്തിരി ക്രിട്ടിക്കലി സിക്ക് ആകുമ്പോൾ മരിക്കുന്ന സമയത്ത് ആരുമില്ല, അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആരും, വിസിറ്റേഴ്സ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ഒറ്റയ്ക്ക് മരിക്കുക എന്നുള്ളൊരവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു അവസ്ഥയാണ്. അത് ഓവർകം ചെയ്യാൻ ഞങ്ങൾ പേഷ്യൻസിൻ്റെ ഫാമിലിക്ക് iPad അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ തന്നെ ഫേസ് ടൈം ചെയ്ത് അവർക്ക് കാണാൻ താല്പര്യമുള്ളവർക്കും മിക്കവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ iPad വഴി ഫേസ് ടൈം ഒക്കെ ചെയ്ത് അങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കൊടുക്കുമായിരുന്നു. പേഴ്സണലി ഞാനും ഒത്തിരി പ്രിക്കോഷൻ എടുത്തായിരുന്നു. കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ട്രാജിക് ഫേസിൽ കൂടിയാണ് കഴിഞ്ഞ 2 മാസം കടന്നുപോയത്. എൻ്റെ ഫാമിലി പ്രൊട്ടക്റ്റ് ചെയ്യുക, പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നതിനപ്പുറം എൻ്റെ ഫാമിലിയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. സോ കഴിഞ്ഞ 2-2.5 മാസമായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്താണ് താമസിക്കുന്നത്, ബേസ്മെൻറ്റിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് പോലും ഞാൻ വീട്ടിലുണ്ടായിട്ട് പോലും ഞാൻ ബേസ്മെൻറ്റിൽ നിന്ന് അവളെ ഫേസ് ടൈം വഴിയാണ് വിഷ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ജീവിതത്തിൽ. ഹോപ്പ്ഫുള്ളി നമുക്ക് ഏതായാലും ഇപ്പം സിറ്റുവേഷൻ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് COVID-19 ഒരു ഡ്രൈവ് ത്രൂ ഹബിലാണ്. ഞാനിവിടെ 2 ടൈപ്പ് ഓഫ് പേഷ്യൻ്റാണ് കാണുന്നത്.
one with the respiratory symptoms, another without symptom but they just got exposed to COVID. ഈ രണ്ട് കാറ്റഗറിക്കും ടെസ്റ്റ് ചെയ്യാറുണ്ട്. Once we get the result, we call the patient immediately. If it's a negative, they can go back to work with all the precaution. If it's a positive, they need to stay home for the 14 days. ഇപ്പം CDC recommend ചെയ്യുന്നത് we needed 2 negative tests to clear the patient for work. So usually after 14 days ആകുമ്പോൾ പേഷ്യൻ്റ് റീസ്വാബ് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും കേസസ് ഞാൻ കണ്ടതിൽ റെയർലി മാത്രമേ 14 ഡേയ്സ് ആകുമ്പോൾ നെഗറ്റീവ് ആവുന്നുള്ളൂ. മോസ്റ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ടേക്ക് 3 to 4 weeks to get the negative result. ഇതെൻ്റെ 6th വീക്കാണ്. ഇനിഷ്യലി ഒത്തിരി കേസസ് പോസിറ്റീവായിരുന്നു. ഇപ്പം പേഷ്യൻ്റ് ടെസ്റ്റ് ചെയ്യാൻ വരുന്നത് കൂടുതലാണ്, പക്ഷേ പോസിറ്റീവ് കേസസിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഡെയിലി ബേസിസ് 20 to 30 പേഷ്യൻറ്റിനെ കാണാറുണ്ട്. അതിലൊരു 3-4 പേഷ്യൻസ് മാത്രമേ പോസിറ്റീവ് ആകുന്നുള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് 107 പേഷ്യൻറ്റ് പോസിറ്റീവ് കേസസ് കണ്ടു. അതിൽ ഒരു കാര്യം എന്നെ ഹാപ്പി ആക്കിയത് എൻ്റെ പേഷ്യൻസ് എല്ലാം റിക്കവർ ആവുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ഹാവ് എ മൈൽഡ് സിംറ്റംസ്. അതിൽ ഒരു പേഷ്യൻറ്റിനെ മാത്രമേ എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തുള്ളൂ. അതും അറൗണ്ട് 7 days ആയപ്പം ഡിസ്ചാർജ് ചെയ്തു. സോ അത് എന്നെ ഒത്തിരി ഹാപ്പിയാക്കി. ഐ എം വെരി പ്രൗഡ് ടു ഡു ദിസ്. ഒൺലി തിങ് വെളിയിലൊക്കെ നിന്ന് ഇച്ചിരി എക്സോസ്റ്റഡ് ആവുന്നുണ്ട് ഡ്യൂ ടു ദ സൺലൈറ്റ്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഐ എം വെരി ഹാപ്പി ടു ഡു ദിസ്. Thank you. ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആണ്. ഹോസ്പിറ്റലൈസേഷനും ഡെത്ത് റേറ്റും എല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഗവർണർ ഡിവാൻ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ തന്നെ ആദ്യമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ ലോക്ക്ഡൌൺ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത അദ്ദേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരളവ് വരെ ഇവിടുത്തെ കേസസ് ഒക്കെ കുറയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ സോ ഫാർ ഇവിടെ കേസസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറൌണ്ട് 20,000 ആണ്. ഹോസ്പിറ്റലൈസേഷൻ വന്നിട്ട് അറൌണ്ട് 3700 ആണ്. പക്ഷേ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ 11 കേസസ് ആണ്. 2-3 ദിവസമായിട്ട് ശരിക്കും കേസസിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 1030 അടുത്താണ്. പക്ഷെ ഇന്നലത്തെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 8 കേസസ് ആണ്. ശരിക്കും എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈവൻ ദോ ഞങ്ങളുടെ ഗവർണർ ഇവിടുത്തെ സോഷ്യൽ ഡിസ്റ്റൻസിങ് May 38 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാം ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ കേസസ് ഇനിയും കൂടാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാം ശരിക്കും കൺട്രോൾ ആകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹലോ, എൻ്റെ പേര് ലിജോ. ഞാൻ ഹൂസ്റ്റൺ ടെക്സസിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ വൈഫ് ഒരു നഴ്സാണ്. ഒരു ഫാമിലി 2 നഴ്സുമാരുള്ളതുകൊണ്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി കൊച്ചു പിള്ളേരുണ്ട്, അതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. ഇനി COVID-19 നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ പേടിയൊക്കെ പയ്യെ മാറിക്കിട്ടി. എൻ്റെ ഫ്ലോർ COVID-19 ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഹോൾ വേൾഡും നമ്മളും എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കും. ഒരു ട്രയൽ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, റെമസിഡിവിർ. അതൊരു ഭയങ്കര പ്രോമിസിങ് ഡ്രഗാണ്. ഞാനത് കാണുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒത്തിരി പേര് അതുകൊണ്ട് നല്ലതായിട്ട് വരുന്നുമുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ പ്രോമിസിങ് ആണ്. എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളോ നമ്മുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും COVID-19 വന്നു, പോസിറ്റീവായി, അവർ ക്വാറന്റൈൻ കഴിഞ്ഞു, നെഗറ്റീവായി കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മളൊരു പേടി ഭയത്തോടെ കാണേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. താങ്ക് യു. ക്രിട്ടിക്കൽ കെയർ ആണ്. ഞാൻ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഈയിടെയായിട്ട് കൂടുതലും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇത് ഈ പാൻഡമിക്കിൻ്റെ ആദ്യ കാലയളവ്. കാരണം നമുക്കതിൻ്റെതായ അധികം ഇൻഫോർമേഷൻസും അതിൻ്റെ PPEയുടെ ഒരു ഷോർട്ടേജും എല്ലാം കൊണ്ടൊരു സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷേ ആ ദിവസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് നമുക്ക് അതിനുള്ള റിസോഴ്സും എല്ലാം കൂടുതൽ കിട്ടി. ഇപ്പോൾ സ്ട്രെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയ ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കാണുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരൊരുവിധം ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടാണ് ഞങ്ങളുടെ യൂണിറ്റിലേക്ക് വരുന്നത്. അപ്പോഴേക്കും അവർക്ക് വെന്റിലേറ്ററിന്റെ ഒരു സപ്പോർട്ട്, മിക്കവാറും ശ്വാസകോശ സംബന്ധമായ അതിന്റെ ഒരു സീരിയസ്നെസ്സിലാവുമ്പോഴാണ് അവർ ICUലോട്ട് അഡ്മിറ്റ് ആവുന്നത്. പിന്നെ ബ്രീത്തിങ്ങിന് വെന്റിലേറ്ററിന്റെ സഹായം അവർക്ക് അത്യാവശ്യമാവുന്നു. വെന്റിലേറ്ററിൽ ഇൻറ്റുബേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് അവർക്ക് ആ O2 സാച്ചുറേഷൻ, ഓക്സിജൻ സാച്ചുറേഷൻ കയറി വരുന്നതിന് കുറച്ച് താമസമാവുന്നുണ്ട്. പിന്നീട് കൂടുതൽ അവർക്ക് സെഡേഷന്റെ അളവും കൂടുതൽ വരുന്നു. പിന്നെ വെന്റിലേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റിംഗ് ആണെങ്കിൽ പോലും
ഹൈ സെറ്റിംഗിൽ കൊടുത്താൽ മാത്രമേ അവർക്ക് വെന്റിലേഷൻ, അതായത് ഇനഫ് ഓക്സിജനേഷൻ നടക്കുന്നുള്ളൂ. ചിലപ്പോൾ പാരാലിറ്റിക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്, കോമ സ്റ്റേജിലാക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ കൂടുതലും ഞങ്ങൾ പ്രോൺ പൊസിഷൻ, അതായത് കമത്തി കിടക്കുന്ന ഒരു രീതിയാണ് കൂടുതലും ട്രൈ ചെയ്യുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയ ഒരു മെത്തേഡായിട്ടാണ്. കാരണം നല്ല ഇമ്പ്രൂവ്മെന്റ് അവരുടെ ഓക്സിജനേഷൻ, വെന്റിലേഷനിൽ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കേഷൻ റെജിമെന്റ്സ് പ്രത്യേകമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ മെഡിസിനും ഇവിടെയും ട്രൈ ചെയ്യുന്നുണ്ട്. ഹൈഡ്രോക്സിക്ലോറോക്വിനോണും റെമഡിസിവിറും സിങ്കും വൈറ്റമിൻ ഡിയും അസിത്രോമൈസിൻ എല്ലാ തരം ട്രീറ്റ്മെന്റുകളും ഇവിടുത്തെ പേഷ്യൻസിലും ട്രൈ ചെയ്യുന്നുണ്ട്. അത് ഓരോ പേഷ്യൻസിനും അവരവരുടെ ഇതിനനുസരിച്ച് പ്രത്യേകം ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷനും ഈയിടയ്ക്ക് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം ഫാമിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആസ് എ ഹെൽത്ത് കെയർ വർക്കർ നമ്മൾ ഈ കോവിഡ് പോസിറ്റീവ് പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ്. എത്രയൊക്കെ PPE ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഈ വൈറസിനെ നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കൊണ്ട് കാണാൻ പറ്റില്ല. ഇതിന്റെ ട്രാൻസ്മിഷൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ചതുപോലെ എവിടെയോ എങ്ങനെയോ ആരിൽ വേണമെങ്കിലും വരാവുന്നതാണ്. പക്ഷേ ഈ പ്രോപ്പർ ടെക്നിക്, പ്രോപ്പർ PPEയും ഹാൻഡ് വാഷിങ്ങും മാസ്കിങ്ങും എല്ലാം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം ഞങ്ങളും ഫോളോ ചെയ്യുന്നു. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ദിവസങ്ങളിൽ സിൻസ് ഞാൻ ഈ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നത് മുതൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കുട്ടിയെയും ആയിട്ട് ഒരു ഹഗ്ഗിങ്ങോ കുറച്ച് അകലം പാലിച്ചാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നു. അങ്ങനെ കുറച്ച് പ്രിക്കോഷൻസ് ഞങ്ങളും എടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റെസ്ട്രിക്ഷൻസിലൊക്കെ അയവ് വരുത്തിയിട്ടുണ്ട്. എങ്ങനെയാകും എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. ഇനിയും വരുന്ന ആഴ്ചകളിലൊക്കെ മാത്രമേ നമുക്കറിയൂ ഇത് കൂടുതൽ സ്പ്രെഡ് ആകുമോ, എന്താണ് ഇനി ട്രെൻഡ് എന്നൊക്കെ നമുക്കറിയാൻ പറ്റൂ. പ്രധാനമായിട്ടും അമേരിക്ക ഒരു വർക്കേഴ്സിന്റെ രാജ്യമായ കാരണം കൂടുതൽ ആൾക്കാരും അന്നത്തെ ജോലി ചെയ്യുകയും പേച്ചക്ക് ടു പേച്ചക്ക് ജീവിക്കുന്ന ആൾക്കാരും ഒക്കെ ആയ കാരണം ഇവിടെ അങ്ങനെ ദീർഘകാലം നമ്മുടെ നാട്ടിലെ പോലെ ഒരു ലോക്ക്ഡൌൺ ഉണ്ടാക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംവിധാനമാണ്. കാരണം സൊസൈറ്റി തന്നെ ക്രംബിളായി പോകുന്ന രീതിയിലുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു PPE യൂസ് ചെയ്യുന്ന. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്നോ എങ്ങനെയാവുമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു ആദ്യം. പക്ഷേ ഞങ്ങൾക്ക് പേഷ്യന്റ് ടേക്ക് ചെയ്യാനായിട്ട് ഇനഫ് PPE ഉണ്ടായിരുന്നു. മെഡിക്കേഷൻ പമ്പുകളൊക്കെ റൂമിന് പുറത്താണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ലോങ് ട്യൂബിങ്സ് ഇടും പേഷ്യന്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മാക്സിമം പേഷ്യന്റ് എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴും റൂമിൽ കയറേണ്ടി വരത്തില്ല. ആവശ്യത്തിന് മാത്രം പേഷ്യന്റ് റൂമിൽ കയറുക, പേഷ്യന്റ് കെയർ ചെയ്യുക, കെയർ ഒക്കെ ഒന്നിച്ച് കൊടുക്കുക, അത് കഴിഞ്ഞ് പുറത്തിറങ്ങുക. അപ്പോൾ പേഷ്യന്റ് എക്സ്പോഷർ വളരെ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ നഴ്സസിന് ഒരു ഇമ്പോർട്ടന്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നഴ്സസിനെ. ഇപ്പം ഞങ്ങൾക്ക് അധികം പേഷ്യൻസ് കൊറോണ റിലേറ്റഡ് വരുന്നില്ല. ഇനി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസസും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലും മാർച്ച് ആദ്യത്തെ ആഴ്ചയോടെ കേസസ് കണ്ടു തുടങ്ങിയിരുന്നു. പക്ഷെ മാർച്ച് മൂന്നാമത്തെ ആഴ്ച ആയതോടെ കേസസിൻ്റെ എണ്ണം വളരെയേറെ കൂടി. മറ്റ് ഹോസ്പിറ്റൽസ് എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ PPEസിനും സ്റ്റാഫിങ്ങിനും വെന്റിലേറ്റേഴ്സിനും ബെഡ്സിനും ഒക്കെ ഒരു ഷോർട്ടേജ് ഞങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു. ഏപ്രിൽ ആയതോടെ ഞങ്ങൾക്ക് കുറേ ഡൊണേഷൻസും അലൊക്കേഷനും കിട്ടി PPEസിൻ്റെയും വെന്റിലേറ്റേഴ്സിൻ്റെയും. അതുകൂടാതെ സ്റ്റാഫിങ്ങിന് വേണ്ടി US പല ഭാഗത്തു നിന്നും നഴ്സസിനെ, ഏജൻസി നഴ്സസിനെയും ട്രാവൽ നഴ്സസിനെയും റിക്രൂട്ട് ചെയ്തിരുന്നു. അതോടെ സ്റ്റാഫിംഗ് സിറ്റുവേഷനും വളരെയേറെ ഭേദമായി. ഇപ്പോഴത്തെ അവസ്ഥ പറയുവാണെങ്കിൽ ഞങ്ങളുടെ അഡ്മിഷൻസ് വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബെഡ്സ് അവൈലബിൾ ആണ്, വെന്റിലേറ്റേഴ്സ് അവൈലബിൾ ആണ്, സ്റ്റാഫിങ്ങിന് ഷോർട്ടേജ് ഇല്ല, PPEസും ആവശ്യത്തിന് അവൈലബിൾ ഉണ്ട്. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഈ സിറ്റുവേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് രഘുനാഥൻ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം രഘു വീട്ടിൽ ഫേസ് ഷീൽഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കോവിഡിൻ്റെ ആദ്യ സമയത്ത് PPEക്ക് ഒത്തിരി ഷോർട്ടേജ് ഉണ്ടായ സമയത്ത് രഘു 100 കണക്കിന് ഫേസ് ഷീൽഡ് തൻ്റെ 3D പ്രിൻ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച് ന്യൂയോർക്ക് സ്റ്റേറ്റിന് ഡൊണേറ്റ് ചെയ്തു.
മാർച്ച് മാസത്തിന്റെ ആദ്യത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് കോവിഡ് പേഷ്യന്റ് അവിടെ വരാണ്ടി തുടങ്ങിയത്. ഏപ്രിൽ മാസത്തിന്റെ ആദ്യത്തോടു കൂടി ആയപ്പോൾ അവിടെ കോവിഡ് പേഷ്യന്റ് മൊത്തം ഫുള്ളായിരുന്നു, ഹോസ്പിറ്റൽ മൊത്തം ഫുള്ളായിരുന്നു, ഭയങ്കര ബിസി ആയിരുന്നു ആ സമയത്ത് ജോലി ചെയ്യാൻ വേണ്ടി. നമ്മൾ ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കായിരുന്നു, അതായത് കൂടുതൽ എമർജൻസി സിറ്റുവേഷൻസും എമർജൻസി കോളുകളും വിളിക്കുന്ന ദിവസങ്ങൾ ഇഷ്ടമാതിരി ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അതിനുശേഷം ആ സമയത്ത് നമുക്ക് PPE-യുടെ ഒക്കെ ഷോർട്ടേജും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ PPE ഒക്കെ ധാരാളം നമുക്ക് തരാണ്ടി തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ മാസത്തിന്റെ അവസാനം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്ലോറൊക്കെ കോവിഡ് പേഷ്യന്റിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മെയ് മാസത്തിന്റെ ആദ്യത്തോടു കൂടി ഞങ്ങളുടെ ഫ്ലോറൊക്കെ കോവിഡ് പേഷ്യന്റ് ഇല്ലാത്ത ഫ്ലോറായി മാറി, അതായത് കോവിഡ് ഫ്രീ ഫ്ലോറാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. മാർച്ച് പകുതിയോടുകൂടിയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കോവിഡ് അഡ്മിഷൻസ് കൂടുതലായിട്ട് വന്നത്. ആദ്യം കുറച്ച് PPE ഷോർട്ടേജ് ഉണ്ടായിരുന്നെങ്കിലും വിത്തിൻ 2 വീക്സ് ഞങ്ങൾക്ക് അഡിക്വേറ്റ് സപ്ലൈ ലഭിച്ചിരുന്നു. ഏപ്രിൽ ആദ്യത്തോടെ ICU ബെഡിന്റെ ഷോർട്ടേജ് അനുഭവപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് 2 ടെമ്പററി ICU ഓപ്പൺ ചെയ്തു, 40 ബെഡഡ് ICU. ടെമ്പററി ICU ആയത് കാരണം അവിടെ പേഷ്യൻസിന് പ്രൈവറ്റ് റൂം ഉണ്ടായിരുന്നില്ല, എല്ലാവരെയും ഒരു ബേയിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവിടെ എൻട്രി ചെയ്യുന്നതിന് മുന്നേ ഫുൾ ബോഡി കവറിംഗ് നിർബന്ധമായിരുന്നു, ഇൻക്ലൂഡിംഗ് N95 മാസ്ക്, സർജിക്കൽ മാസ്ക്, ഹെഡ് കവറിംഗ്, നെക്ക് കവറിംഗ്, ഫുൾ ബോഡി ഗൗൺ ആൻഡ് ലെഗ് കവറിംഗ്. 12 hour ഷിഫ്റ്റ് ഫുൾ ബോഡി കവറിംഗ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ പോലും വളരെയധികം നഴ്സസും ഡോക്ടേഴ്സും അവിടെ ജോലി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ക്രിട്ടിക്കൽ കെയർ നഴ്സസിന്റെ ഷോർട്ടേജ് കാരണം എന്നെ ICUലേക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ കോവിഡ് അഡ്മിഷൻസ് കുറഞ്ഞു വരുന്നു. ഞങ്ങൾ ടെമ്പററി ICU ക്ലോസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ചെറിയ തോതിൽ എലക്ടീവ് സർജറി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിസിറ്റേഴ്സ് റെസ്ട്രിക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോരുന്നു. ടെക്സാസ് സ്റ്റേറ്റിലെ എമർജൻസി ഒബ്സർവേഷൻ ബിഹേവിയർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നേഴ്സാണ്. ഞാനൊരു ഫ്രണ്ട് കെയർ ഹെൽത്ത് വർക്കർ ആയതുകൊണ്ട് ഞാൻ നോർമലായിട്ട് ജോലിക്ക് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും അനേക പോസിറ്റീവ് കേസുകളെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള നഴ്സുമാരെല്ലാവരും N95 മാസ്കും അതേപോലെ ഫേസ് ഷീൽഡും ഗൗൺ അതേപോലെ പ്രോപ്പർ ആസെപ്റ്റിക് ടെക്നിക്, അതായത് ഹാൻഡ് വാഷിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻറ്റുകളെ ഡീൽ ചെയ്യുന്നത്. പിന്നെ അനേക പേഷ്യൻ്റ് സാഹചര്യങ്ങൾ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഗ്രാജുവലി പേഷ്യൻറ്റിൻ്റെ പോസിറ്റീവ് കേസസുകൾ ഒത്തിരി കുറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ന്യൂയോർക്കിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി നോക്കുന്നു. ഏവർക്കും അറിയാവുന്നതുപോലെ വളരെ കാഠിന്യമേറിയ 2 മാസക്കാലമാണ് കടന്നുപോയത്. കോവിഡ് എന്ന മഹാമാരിയോടുള്ള പോരാട്ടത്തിൽ നമുക്ക് കുറേ ജീവനുകൾ നഷ്ടമായി. കുറേ പേർ സുഖം പ്രാപിച്ചു. കുറേ പേർ ഇനിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പോരാട്ടത്തിൽ ഹോസ്പിറ്റലുകളിൽ തന്നെ കഴിയുന്നു. അസാധാരണമാം വിധം രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായപ്പോൾ ആദ്യത്തെ ദൗത്യം ഹോസ്പിറ്റൽ ബെഡ് കപ്പാസിറ്റി ഇരട്ടിയാക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും നിലവിലുള്ള സ്റ്റാഫിനെ വെച്ച് ജോലി ചെയ്യാൻ സാധിക്കാതെ വന്നു. പക്ഷെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും മറ്റും നഴ്സസിനെ ഹയർ ചെയ്ത് അവരെ കുറവ് പരിഹരിച്ചു. ഇപ്പോൾ പുതിയതായിട്ടുള്ള കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. വളരെ നാളുകൾക്ക് ശേഷം കോവിഡ് ഇല്ലാത്ത കുറേ രോഗികളെ നിൽക്കുന്ന യൂണിറ്റ് കാണാൻ സാധിച്ചു. ന്യൂയോർക്ക് പയ്യെ ഒരു റീ ഓപ്പണിംഗ് ഫേസിലേക്ക് കടന്നു പോവുകയാണ്. നിയന്ത്രണങ്ങളൊക്കെ നീക്കി കഴിയുമ്പോൾ സമൂഹം വളരെ കരുതലോടെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഷാലു പുന്നൂസ്. ഞാൻ അമേരിക്കയിൽ ഫിലഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. മലയാളി അസോസിയേഷൻ ഓഫ് ഫിലഡൽഫിയയുടെ പ്രസിഡന്റ് കൂടിയാണ്. ആദ്യത്തെ അവസരത്തിൽ ഇവിടെ മാസ്ക്, ഗ്ലൗസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരു ദൗർലഭ്യത നേരിട്ടു. എന്നാൽ ഇന്നത്തെ സാഹചര്യം വളരെ വ്യത്യാസമാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട്. നിരവധി സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, നീ ഓക്കെ ആണോ എന്ന്, നിങ്ങൾ ഫാമിലി ഓക്കെ ആണോ എന്ന്. ഞങ്ങളെല്ലാവരും ഇവിടെ സുരക്ഷിതരാണ്. മീഡിയയിൽ കാണുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. നമസ്കാരം, ഞാൻ ജിഷ ജിനോ. ഞാൻ സൗത്ത് ഫ്ലോറിഡയിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു കൗണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അമേരിക്കയിലെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഡെത്ത് റേറ്റും കൺഫേംഡ് കേസസും ഫ്ലോറിഡയിൽ കുറച്ച് കുറവാണ്. അതിനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് സമയം കിട്ടി. അതായത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇത് കാര്യമായി ബാധിച്ചപ്പോൾ അത് നോക്കി പഠിക്കുവാനും പ്രിപ്പയർ ചെയ്യുവാനും കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുവാനും നമുക്ക് സമയം കിട്ടി.
നമ്മൾ ഒരു 50 റൂംസോളം നെഗറ്റീവ് പ്രഷർ റൂമാക്കി മാറ്റി. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്തൊരു ടെന്റ് ഉണ്ടാക്കി വരുന്ന പ്രീ അലേർട്ടായിട്ട് വരുന്ന COVID-19 പേഷ്യൻസിനെ എല്ലാവരെയും നേരെ ഈ ടെന്റിലേക്ക് കൊണ്ടുപോയി പാർപ്പിക്കുകയും അവിടുന്ന് എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് സസ്പെക്റ്റഡ് കേസ് ആണ് അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനെയും നേരെ ഡെസിഗ്നേറ്റഡ് ഫ്ലോറിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ക്രോസ് കണ്ടാമിനേഷൻ സംഭവിക്കുകയില്ല.